أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء. أما بعد، വളരെ സമാദരണീയരായ ഈ മഹത്തായ സദസ്സിനും ഇതുമായി ബന്ധപ്പെട്ട സകല സംരംഭങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന ഞാൻ ഏറെ ആദരിക്കുന്ന നമ്മുടെ എല്ലാം ഉസ്താദ് ഡോക്ടർ CK അബ്ദുറഹ്മാൻ ഫൈസി, കോട്ടുമല കോംപ്ലക്സിലെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ, എൻ്റെ ആത്മസുഹൃത്തും ഇവിടെ നേരത്തെ വിഷയാവതരണം നടത്തി വളരെ പ്രധാനപ്പെട്ട ചില വിഷയ സൂചനകൾ നിങ്ങളുമായി പങ്കുവച്ച പരിമിതമായ സമയങ്ങൾക്കകം ഇസ്ലാമിക പ്രബോധനം അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ നിന്നുകൊണ്ട് വിവിധ നിലകളിൽ നടത്തി ശ്രദ്ധേയമായ റൈഡ് സൊല്യൂഷൻ എന്ന സംരംഭത്തിൻ്റെ ഡയറക്ടർ ഫാരിസ് PU അടക്കമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു സംസാരം നടത്താൻ എനിക്ക് യോഗ്യതയുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ പള്ളി ദർസുകളിലൊന്നായി ദൂരെ നിന്ന് ഞങ്ങളൊക്കെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ആലത്തൂർപ്പടിയിലെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കീഴിലുള്ള ദർസ്. പലപ്പോഴും ആ ദർസിൽ നിന്ന് മറ്റു പല അറബി കോളേജുകളിൽ നിന്നും പുറത്തിറക്കുന്നതിനേക്കാളും ഗഹനമായ സുവനീറുകളും പുസ്തകങ്ങളിലുമൊക്കെ അടയാളപ്പെടുത്തപ്പെട്ട കാര്യമാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാരുടെ സാമർത്ഥ്യവും ഇസ്ലാമിക ജ്ഞാനങ്ങളിലുള്ള ആധികാരികമായ അറിവും എന്നല്ല ഭാഷാ വ്യുൽപ്പത്തി അടങ്ങുന്ന ആനുകാലികമായ ധാരണകളുമല്ല. ഞാനതൊരു ഭംഗിവാക്കിന് പറയുകയല്ല. എൻ്റെ കൂടെ സഹപ്രവർത്തകരായി ജോലി ചെയ്യുന്ന ഇഷാം ഫൈസിയും അതേപോലെ സലാഹുദ്ദീൻ ഫൈസിയും ഒക്കെ അവരുമായി ബന്ധപ്പെട്ട് പല പുസ്തകങ്ങളും ഞാൻ തന്നെ വാങ്ങി നമ്മുടെ ചെറിയ വായനയ്ക്ക് വലിയ മുതൽക്കൂട്ടായി ഉപയോഗിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ ഓർക്കുന്നത് ആധുനിക ഫിഖ്ഹി വിഷയങ്ങളെ ഉപവസിച്ചുകൊണ്ട് പുറത്തിറക്കിയ അറബ് പുസ്തകം, അതിൽ ഉസ്താദിൻ്റെ ഖിബിലയുമായി ബന്ധിക്കുന്ന ലേഖനം ഞാൻ ചെറിയൊരു ബുക്ക് വർക്കിലാണ്. അതുമായി ബന്ധപ്പെട്ട അതിന് ഞാനൊരു വലിയ റെഫറൻസീവായി ഉപയോഗിച്ചിട്ടുണ്ട്.
നമ്മുടെ ഇത്തരം എല്ലാ വൈജ്ഞാനികമായ സേവനങ്ങളും പരലോകത്തിൽ പ്രതിഫലാർഹമായ നിലയിൽ അതിൻ്റെ പോരായ്മകൾ ന്യൂനതകൾ പരിഹരിച്ച് അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ വിഷയം യുക്തിവാദം അയുക്തിപരം എന്ന മറ്റുമാണ്. യുക്തിവാദത്തിൻ്റെ സാങ്കേതികമായ നൂലാമാലകളിലേക്ക് നമ്മളിപ്പോൾ കൂടുതൽ മെനക്കെട്ട് പോകുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് യുക്തിവാദികളുടെ ലേബിളിൽ വരുന്ന വിവിധ വിഭാഗങ്ങൾ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പറയുന്ന കാര്യങ്ങളും അവരുടെ ഇസ്ലാം വിമർശനങ്ങളും അവയോടുള്ള നമ്മുടെ സമീപനങ്ങളെല്ലാം വിലയിരുത്തലാവും നല്ലത് എന്നുള്ളതാണ്. കാരണം നാം കിതാബുകളിൽ പഠിച്ച അല്ലെങ്കിൽ പഠിക്കുന്ന നിരീശ്വരവാദികൾ അല്ലെങ്കിൽ സന്ദേഹവാദികൾ, ആജ്ഞേയവാദികൾ ആ ഒരു നിർവചന പരിധിയിൽ കൃത്യമായി വരുന്നവരൊന്നുമല്ല ഏറെക്കുറെ ഇന്നുള്ള നിരീശ്വരവാദികൾ. കൂടുതൽ സ്വതന്ത്ര ചിന്തകരാണിന്നുള്ളത്. ഏതെങ്കിലും ഒരു ഫ്രെയിമിലേക്ക് ചേർന്ന് നിൽക്കുന്നവരല്ല. നമ്മൾ ഈ സോഫസ്തായിയത്ത്, ഇനാദീയത്ത്, ഇന്ദീയത്ത്, ലാദിരിയത്ത് അതൊക്കെ കൃത്യമായൊരു നിർവചനമുള്ള വിഭാഗക്കാരാണ്. പക്ഷേ നിർവചനങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും പുറത്തു കടന്ന് എങ്ങനെയും ആലോചിക്കാം, ചിന്തിക്കാം, പറയാം, വാദഗതികൾ ഉയർത്താം, ആരോടും കടമയോ കടപ്പാടോ ഇല്ല, അങ്ങനെ ഒരു നിയതമായ ഫ്രെയിമിനകത്ത് നിൽക്കുന്നവരല്ല. അതത് നേരങ്ങളിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് ഏതോ അതിൻ്റെ കൂടെ വാദഗതികൾ മിനുക്കി കൊണ്ടുവരുന്ന ആളുകളാണ് ഇന്നുള്ളത്. പക്ഷെ നേരത്തെ ഇവിടെ ഫാരിസ് പറഞ്ഞിട്ടുണ്ടാവണം, ഇങ്ങനെ ആധുനിക ലോകക്രമത്തിലേക്ക് സമൂഹം വരുമ്പോൾ സ്ഥായിയായ മാറ്റമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രമായിട്ടാണ് മറുപുറത്ത് ഇസ്ലാം ഉള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രാപഞ്ചിക വ്യവസ്ഥയായ ഇസ്ലാമുള്ളത്. ഇസ്ലാമും ഇസ്ലാമേതരമായ പ്രത്യയശാസ്ത്രങ്ങളും എപ്പോഴും ഒരു സംഘർഷത്തിൻ്റെയും സംഘട്ടനത്തിൻ്റെയും ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി ആലോചിക്കേണ്ടത്. നമ്മളൊരു ബദൽ ജീവിത രീതിയാണ്, ഒരു ആൾട്ടർനേറ്റീവ് സിദ്ധാന്തമാണ്, ഒരു വേറെ ലോകവീക്ഷണമാണ്. ഇന്നത്തെ ലോകവീക്ഷണവുമായി നിരന്തരം കലഹിച്ച് കലാപം കൂടി സംഘർഷത്തിലേർപ്പെട്ട് സ്ഥാപിച്ചെടുത്ത് വിജയിപ്പിച്ചെടുത്ത് മെനക്കെട്ട് പണിയെടുത്ത് ഇതും ഞങ്ങളും ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതിയല്ല ഇസ്ലാം. ഇസ്ലാം കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടാകും. കാര്യം എന്താണ്? കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആലമിൻ്റെ ഫിത്രത്താണ്, ആലമിൻ്റെ നൈസർഗിക ഭാവമാണ്. നമ്മൾ മനുഷ്യരുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു സാധനമല്ലല്ലോ. മനുഷ്യർക്ക്, നാം മുക്കല്ലഫീങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ചില നിയമാവലികളുണ്ട്. അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. അതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യർ പാലിക്കേണ്ട അല്ലെങ്കിൽ ജിന്നുകൾ പാലിക്കേണ്ട നിയമാവലികളും ജീവിത വീക്ഷണവുമാണെന്നത് നമ്മൾ മന്ദിക്കിൽ തഫ്സീറും ബിൽ അഹസ് എന്ന് പറയാറില്ലേ, അതുമാത്രമാണ്. നമ്മളൊരു വിഷയത്തെ നിർവചിക്കുമ്പോഴും തഫ്സീർ ചെയ്യുമ്പോഴും അത് മുസാവി കൊണ്ടാണ് പറയേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ നിയമം. അതേസമയം ഇസ്ലാം എന്ന് പറയുന്നത് മാസിവൽ ബാരിയുടെ നൈസർഗികതയാണ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിൻ്റെയും
മായം ചേരാത്ത ഭാവം. അത് ബാധിക്കുന്നത് മനുഷ്യർക്ക് മാത്രമല്ല. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളൊന്ന് കുറച്ചു ഗൗരവത്തിൽ ആലോചിച്ചാൽ, നിരീശ്വരവാദികൾ, കുറച്ച് വിവരമുള്ള നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിലുള്ളവരും ഉന്നയിക്കാറുള്ള ഒരു സംശയമുണ്ട്. ഈ ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ അപേക്ഷിച്ച് ഒരു പറയപ്പെടാവുന്ന വലിപ്പമുള്ള ഒരു ഗ്രഹമല്ല, അല്ലെങ്കിൽ ഗൃഹമല്ല. ഭൂമി ഒരു ചെറിയതാണെന്ന് പറയുന്നതിനേക്കാളും ചെറിയതാണ്. കാരണം ഭൂമിയേക്കാളും കോടിക്കണക്കിന് വലിയതാണ് ഈ പ്രപഞ്ചം. ഒരു ഗാലക്സി അല്ലെങ്കിൽ ഒരു നക്ഷത്ര സമൂഹം എണ്ണിത്തീർക്കാൻ തന്നെ 3000 കൊല്ലം ആയുസ്സുള്ള ഒരു മനുഷ്യൻ ഒരു ശ്വാസം പോലും വേറെ പണിക്ക് മെനക്കെടാതെ അതിനു വേണ്ടി മെനക്കെടണം എന്നൊക്കെയാണ് പുതിയ സ്പേസ് സയൻറ്റിസ്റ്റുകളുടെ എല്ലാം ഒരു നിഗമനം. ശരിയാണ്. അങ്ങനെയുള്ള നൂറുകണക്കിന് ഗാലക്സികൾ, മിൽക്കി വേകൾ, അനന്തമായ പ്രപഞ്ചം, അതിലൊരു ഭൂമി എന്ന് പറയുന്നത് ഒന്നിന് ശേഷം അസംഖ്യം 0 ഇട്ടാലുള്ള സംഖ്യ അനുപാതം ഒന്നുപോലുമല്ല എന്നുള്ളതാണ്. നമ്മൾ പറയാറില്ല 100ൽ 1 എന്നൊക്കെ. ഒന്നിന് ശേഷം ഒരു 500 0 ഇട്ട സംഖ്യയാണ് ഇന്നത്തെ ഒരു മാക്സിമം കാൽക്കുലേറ്റഡ് സംഖ്യ. അത് കാൽക്കുലേറ്ററിൽ കൊള്ളുന്നൊരു സംഖ്യയൊന്നുമല്ല. 501 0 ഇട്ടാൽ എന്തോ സംഭവിക്കുമെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കൂല. പക്ഷേ 500 0 ഇട്ട സംഖ്യയുടെ ഉപയോഗം തന്നെ ഇന്ന് ലോകത്ത് നിലവിലില്ല. അതുകൊണ്ട് മാക്സിമം ഒരു സാധ്യതയ്ക്ക് 500 0 ഇട്ട ഒരു സംഖ്യക്ക് ഒരു വാല്യൂ ലോകം കണക്കാക്കിയിട്ടുണ്ട്. ഒന്നിന് ശേഷം 500 0 ഇട്ട ഒരു സംഖ്യ, ഒന്നിന് ശേഷം 500 0 ഇട്ട സംഖ്യ ഈസ്റ്റു അതിൻ്റെ അനുപാതം ഒന്നുപോലുമല്ല ഈ ആലം അനുപാതം 60. അത്രയും ചെറുതാണ് ഈ ഭൂമി. ആ ചെറിയ ഭൂമിയിൽ 1/3 മാത്രമാണ് കര. നിങ്ങൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആ 1/3 മാത്രമായ കരയിലെ കോടിക്കണക്കിന്, നിലവിൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ 83,000 ജീവി വർഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി 83,000 അല്ല, അതിലേറെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം അടിസ്ഥാനപരമായി അതിൻ്റെ വർഗം പരിഗണിക്കുകയാണെങ്കിൽ 83,000 ജീവി വർഗം, സ്പീഷ്യസുകൾ, അതിലൊന്നാണ് മനുഷ്യൻ. അപ്പോൾ നമ്മൾ എത്രയും വീണ്ടും ചെറുതാണ്. ഈ മനുഷ്യരിൽ മാത്രമുള്ളതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ നിരീശ്വരവാദികളുടെ ചോദ്യം ഇതാണ്: ഇത്രയും വലിയ പ്രപഞ്ചത്തിൻ്റെ അധിപനായ പടച്ചവൻ, നമ്മുടെ വാദപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ ഭൂമിയിലെ 1/3 മാത്രമായ കരയിലെ ദശലക്ഷക്കണക്കിന് ജീവികൾക്കിടയിലുള്ള 10,000കണക്കിന് ജീവിവർഗങ്ങൾക്കിടയിലുള്ള മനുഷ്യർ മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുമ്പോൾ വലതുകാലാണോ ഇടതുകാലാണോ മുന്തിക്കുന്നത് എന്ന് നോക്കലാണോ നിങ്ങളുടെ അള്ളാഹുവിൻ്റെ പണി? ഇത്രയും നിസാരപ്പെട്ട മനുഷ്യരിലെ ഒരു വർഗം മാത്രമാണ് സ്ത്രീകൾ. ആ സ്ത്രീവർഗത്തിൻ്റെ തലമുടികളിൽ, തലനാരുകളിൽ 1-2 മുടി നെറ്റിയിലേക്ക് ഇറങ്ങിയിട്ടില്ലേ എന്ന് നോക്കലാണോ നിങ്ങളുടെ ഇത്രയും വലിയ ഈ പ്രാപഞ്ചിക സംവിധാനത്തിൻ്റെ പ്രാതിഭാസിക പ്രവാഹത്തിൻ്റെ നാഥനായ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ ജോലി എന്നവർ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ഞാനിത് തുടക്കത്തിലേ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്ന ഈ സങ്കല്പത്തെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ പരിശുദ്ധ ഖുർആനോ വിശുദ്ധ ഇസ്ലാമോ ഒരിക്കലും ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ പരിമിതപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ ഇതിനെക്കുറിച്ച് നാം കോസ്മോളജിക്കൽ വ്യൂ ഓഫ് ഇസ്ലാം എന്നെല്ലാം പറയും. ഇസ്ലാമിൻ്റെ പ്രാപഞ്ചിക വീക്ഷണം വിശുദ്ധ ഖുർആനിലെ നിരന്തരം ആവർത്തിക്കപ്പെട്ട ഒരു പരാമർശമാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യേതരമായ അത് നക്ഷത്രങ്ങളാവട്ടെ, സൂര്യന്മാരാവട്ടെ, ഉപഗ്രഹങ്ങളാവട്ടെ, ഗ്രഹങ്ങളാവട്ടെ, ഏതേത് പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളും യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ള സകലതും അള്ളാഹുവിൻ്റെ തസ്ബീഹിലാണ്. നാം നഹ്വിൽ പഠിച്ചു, മാ എന്ന് പറഞ്ഞാൽ ഗൈർ ആഖിലിനുള്ളതാണ്. അത് മനുഷ്യരും മലക്കുകളും ജിന്നും അല്ലാത്തതിനുള്ളതാണ്. അപ്പോൾ ലോകത്തുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിസ്മു ഹയവാനല്ലാത്ത, ജിസ്മു നാമിയിൽപ്പെട്ട, ജിസ്മു മുത്തലക്കിൽപ്പെട്ട, ജൗഹറിൽപ്പെട്ട, അതിനതീതമായ എല്ലാ അസ്തിത്വമുള്ള പദാർത്ഥങ്ങളും വാസ്തവത്തിൽ
യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതൊക്കെ മുസ്ലിങ്ങളാണ്. ഈ മൈക്കിൻ്റെ മതമേതാണെന്ന് ചോദിച്ചാൽ ഇതിന് തെക്ലീഫ് ഇല്ലെങ്കിലും ഇതിൻ്റെ സംവിധാന പരത ഇസ്ലാമിലുള്ളതാണ്. എന്നെ താങ്ങുന്ന ഈ പീഠം അതിന് തെക്ലീഫ് ഇല്ലെങ്കിലും ഈ പീഠത്തിൻ്റെ സംവിധാനം അതിൻ്റെ ഇസ്ലാമിലാണ്. ഈ പീഠം ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജോലി യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. കേവലം ഒരു ആയത്ത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഒരുപാട് അധ്യായങ്ങളിലൂടെ ഒരുപാട് വചനങ്ങളിലൂടെ ഖുർആൻ മുന്നോട്ട് വച്ചതാണ്. എന്ന് മാത്രമല്ല, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ, ഒരു കാറ്റടിക്കുകയാണെങ്കിൽ നമ്മുടെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സ്കൂളിലേക്ക് പോയാൽ അതിൻ്റെ കാരണം പറയും. വേർ ദർ ഈസ് ആൻ ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാൻ ഈ പീഠം തള്ളിയപ്പോഴാണ് പീഠം ഇളകിയത്. വായുവിൽ കമ്പനമുണ്ടായപ്പോഴാണ് സമ്മർദ്ദമായപ്പോഴാണ് കാറ്റുണ്ടായത്. വേർ ദർ ഈസ് ആൻ ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് സ്കൂളിലെ നിയമമാണ്, ബലതന്ത്രമാണ്. അത് അതേസമയം ആ ഭൗതികമായ പ്രതിഭാസത്തെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഈ വലിയ സംവിധാന സംഗതികളെ സംബന്ധിച്ച് ആലോചിച്ച പണ്ഡിതന്മാർ വിലയിരുത്തിയത്? അത് ശരിയായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു വായുവിൽ കമ്പനമുണ്ടായത്, സമ്മർദ്ദമുണ്ടായത്, ഇളങ്കാറ്റിൽ പുൽനാം വിളകിയത്, അല്ലെങ്കിൽ ഒരു കാറ്റിൽ തെങ്ങോല ആടിയത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു ഉരുണ്ട പാറ താഴേക്ക് ഉതിർന്ന് വീണത്, അല്ലെങ്കിൽ വലിയ ചെങ്കുത്തായ പർവ്വതങ്ങൾക്കിടയിലുള്ള പാറകളിൽ നിന്ന് ഉറവ പൊടിയുന്നത്, അത് മുഴുവനും അള്ളാഹുവിനെ ആലോചിച്ചുണ്ടാവുന്ന താളമാണ്, ലയമാണ്. നാം തിങ്കളാഴ്ച രാവിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലും പള്ളിയിൽ നിന്ന് സ്വലാത്തു ദിക്റോ ചെല്ലുമ്പോൾ, നാം തഹ്ലീൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരം അതിൻ്റെ കൂടെ നമ്മളും ആ താളത്തിൽ ചേരും. എന്നിട്ട് പിന്നെ നമ്മുടെ ശരീരവും ആടും, നമ്മളും അതിൻ്റെ കൂടെയാവും എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ആട്ടവും ഇളക്കവുമാണത്. കേവലമുള്ള രാസത്വരകങ്ങളും രാസപ്രവർത്തനങ്ങളും മാത്രമല്ല, അതിൻ്റെ പിറകിലുള്ള പ്രേരണ അള്ളാഹുവിൻ്റെ ഓർമ്മയായത് കൊണ്ടാണ് എന്ന് പറയുകയാണ്. വിശുദ്ധ ഖുർആൻ പോലും അതല്ലേ പറയുന്നത്, വമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ. അള്ളാഹുവിനെ പേടിച്ച് ഉരുണ്ടു വരുന്ന പാറയെ സംബന്ധിച്ച്, വമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കണ്ണീര് പൊടിയുന്ന പാറയെ സംബന്ധിച്ച്. അപ്പോൾ ഒരു പാറക്കെട്ട് കണ്ട് ഉള്ളിൽ നിന്ന് ഉറവ പൊടിയുമ്പോൾ ആ ഉറവ പൊടിയാനുള്ള കാരണം അത് അള്ളാഹുവിനെ ഭയന്ന് കണ്ണീർ പൊഴിക്കുകയാണെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഖുർആൻ്റെ ഒരു വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു നിരീക്ഷണം. ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായി പറയാനല്ല ആ മുഖം കൊണ്ടുവന്നത്. ഒരിക്കലും ഇസ്ലാമിനെ ചെറുതായി നമ്മളൊരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. ഇസ്ലാം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ്. നമ്മൾ മക്കയിലേക്ക് പോയാൽ കൗതുകമുള്ള ഒരു വിഷയമുണ്ട്. മക്കയിലെ കഅബയിലെ തവാഫ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, ഘടികാര വിരുദ്ധ ദിശ. വലതുഭാഗത്ത് നിന്ന് തുടങ്ങി വലത്തോട്ടാണ്. ഉംറക്കോ ഹജ്ജിനോ പോയ ആളുകളുണ്ടെങ്കിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ആ പച്ച ലൈറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ വലത്തോട്ടാണ് നടക്കുന്നത്, എന്നിട്ട് വലതിലാണ് ചെന്ന് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ മനുഷ്യരുണ്ടാക്കിയ ക്ലോക്കിലെ സൂചി തിരിയുന്നത് വലത്ത് നിന്ന് വലത്തോട്ടല്ല, ഇടത്ത് നിന്ന് ഇടത്തോട്ടാണ്. പക്ഷേ 1400 കൊല്ലം മുമ്പ് ഷറഇൽ നിയമമായ ഈ തവാഫ്, അതിനു മുമ്പ് പ്രവാചകന്മാരുള്ള കാലത്തെല്ലാം നടന്ന തവാഫ്, ആ തവാഫ് എന്നും വലത് നിന്ന് വലതായിരുന്നു. ശാസ്ത്രമൊന്നും വന്ന് വികസിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് നാം നക്ഷത്ര ലോകങ്ങളുടെ സഞ്ചാരങ്ങൾ, ഭ്രമണപഥങ്ങൾ, ഒരു ഗ്രഹത്തെ ചുറ്റി ഉപഗ്രഹങ്ങളുടെ ഭ്രമണങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്രഗ്രഹം അതിൻ്റെ ഗാലക്സിക്ക് ചുറ്റും കറങ്ങുന്ന അതിൻ്റെ പരിക്രമണങ്ങൾ, അത് മുഴുവനും ശാസ്ത്രലോകത്തിൻ്റെ ആനിമേഷൻ വീഡിയോകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ റൊട്ടേഷൻ റൈറ്റ് ടു റൈറ്റ് ആണ്, ലെഫ്റ്റ് ടു ലെഫ്റ്റ് അല്ല. വലത് നിന്ന് തുടങ്ങി വലത് തീരുകയാണ് അതിൻ്റെ റൊട്ടേഷനുകൾ. അങ്ങനെ
മിഅ്റാജിന് പോയ സന്ദർഭത്തെ സംബന്ധിച്ച് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടൊരു അത്ഭുതം പറയുന്നുണ്ടല്ലോ. സിദ്റത്തുൽ മുൻതഹ മരത്തിൻ്റെ അരികെയാണ് ബൈത്തുൽ മഅ്മൂർ. ബൈത്തുൽ മഅ്മൂർ ഭൂമിയിലെ കഅബയിലെ അതിൻ്റെ അതേ സ്വിംത്തിൽ, ആ സൂത്രത്തിൽ ഏറ്റവും ഉപരി ആകാശത്തുള്ള കഅബ മന്ദിരമാണ്. ഭൂമിയിലെ കഅബക്ക് ചുറ്റും ചുറ്റുന്നത് മനുഷ്യരാണെങ്കിൽ ബൈത്തുൽ മഅ്മൂറിന് ചുറ്റും ചുറ്റുന്നത് മലക്കുകളാണ്. അതിനകത്തേക്ക് കയറുന്ന മലക്കുകൾ പിന്നീട് പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ ഈ 70ാമത്തെ കഅബയായ ബൈത്തുൽ മഅ്മൂറിൻ്റെയും 1ാമത്തെ കഅബയായ മക്കയിലെ കഅബയിൻ്റെയും കഅബ ഷരീഫിൻ്റെയും ഇടയിൽ ഈ പ്രപഞ്ചപരിധിയിൽ ആ 70 എന്നുള്ളതൊരു മുബാലകത്തിൻ്റെ എണ്ണമാണെന്ന് വെച്ചാലും അസംഖ്യം കഅബയുണ്ടാകുമല്ലോ. ഈ 1ാമത്തെയും അവസാനത്തെയും കഅബകൾക്കിടയിലുള്ള കഅബാലയങ്ങൾ ഏതാണ്? ആരാണ് തവാഫ് ചെയ്യുന്നത്? എന്തിനെയാണ് ചുറ്റുന്നത്? അവിടെ തവാഫ് ചെയ്യുന്നത് നക്ഷത്രങ്ങളാണ്. അവിടെ തവാഫ് ചെയ്യുന്നത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമാണ്. എന്തിനെയാണ് തവാഫ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റേതായ കഅബാലയങ്ങൾ, അതിൻ്റേതായ ഖിബലകൾ. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന, നമ്മളതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാം, നമ്മൾ നിഷേധിക്കേണ്ടതില്ല. ഈ അവതരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള ഏലിയൻസ് ഒന്നും ആവണമെന്നുമില്ല. ആ ഗ്രഹലോകങ്ങളിൽ, ആ സ്പേസുകളിൽ അവിടെ അത്രയും ചൂട് താങ്ങാൻ പറ്റുന്ന, ഊഷ്മാവ് സ്വീകരിക്കാൻ പറ്റുന്ന അഗ്നി നിർമ്മിതമായ പദാർത്ഥങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളുടെ തവാഫുകൾ സംഭവിക്കുന്നുണ്ടാവാം. തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ പറയാറില്ലേ, ചിലതിൻ്റെ താരീഫുകൾ ജിസ്മനാരിയാണത്, ചിലത് ജിസ്മനൂരിയാണ്. ആ ജിസ്മനൂരിയും ജിസ്മനാരിയുമായ എന്തൊക്കെയുണ്ടോ അത് കേവലം ഒരു ജിന്ന് മാത്രമാകണമെന്നില്ല, പലതുമുണ്ട് സാധ്യതകൾ. ആ വർഗങ്ങൾ മുഴുവനും ഈ 1ാമത്തെയും 70ാമത്തെയും കഅബകൾക്കിടയിലുള്ള കഅബകൾക്കിടയിൽ തവാഫ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രാപഞ്ചികമായ ഇസ്ലാമിൻ്റെ ഒരു ഭംഗി. ഇത്ര കൃത്യമായി ഒരു ലോകവീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കാറുള്ളത്? ഇസ്ലാമിൻ്റെ ലോകവീക്ഷണം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ചർച്ചയൊക്കെ നടക്കാറുണ്ട്. ആ ചർച്ചയിൽ വരാറുള്ളത് യൂറോപ്പിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ബഹുസ്വര സമൂഹത്തിലെ ഇടപെടലുകളെ സംബന്ധിച്ചും പുതിയ കാലത്തെ ആർഗ്യുമെൻറ്റുകളെ സംബന്ധിച്ചുമാണ്. ഇസ്ലാമിൻ്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത് 7 വൻകരയിൽ ഒതുങ്ങേണ്ട ഒരു ലോകവീക്ഷണമല്ല, അതൊരു ചെറിയ വീക്ഷണമാണ്. ഇസ്ലാമിൻ്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ഈ ആലം എന്ന് പറയുന്ന വിശാലമായ ഒരു ലോകവീക്ഷണമാണ്. അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളെയും ആപാദചൂടം ചുഴന്നു നിൽക്കുന്ന ഒരു പ്രാപഞ്ചിക വീക്ഷണമാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. അത്രയും വലിയ ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം ഞാൻ ചുരുക്കട്ടെ, ആ പ്രത്യയശാസ്ത്രം അന്ത്യനാളോളം അള്ളാഹു ഇവിടെ നിലനിർത്തും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു സംശയമുണ്ടാകും. ഇന്നത്തെ കാലത്തെ ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഏതാണത്? കാലോചിതമായി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പഴഞ്ചൻ നിയമങ്ങൾക്കപ്പോൾ പ്രസക്തി ഉണ്ടാകുമോ? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏത് നിലയിലാണ് ശാശ്വതമായ നിയമങ്ങളാണെന്ന് പറയുന്നത്? സ്വാഭാവികമായി അതൊരു വാളിഡായ ഒരു ചോദ്യം തന്നെയാണത്. കാരണം മനുഷ്യർ മാറുകയാണ്, ചുറ്റുപാടുകൾ മാറുകയാണ്. ഈ ചുറ്റുപാടുകൾ മാറുമ്പോൾ അടിസ്ഥാനം മാറാതെയുള്ള അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാദഗതികൾ അത് എത്രത്തോളം ഈ സമൂഹവുമായി ഒത്തുപോകും? ഇതൊക്കെയാണല്ലോ പുതിയ കാലത്ത് മതത്തിനകത്തും മതത്തിന് പുറത്തുമുള്ള നവോത്ഥാന ശ്രമങ്ങളുടെ, പരിഷ്കരണ ഭ്രമങ്ങളുടെ ഒക്കെ ഒരാകത്തുക. നമ്മൾ കുറേ മാറേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇസ്ലാം നിരീക്ഷിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരടിസ്ഥാന സൃഷ്ടിയെയാണ്. അപ്പോൾ നമ്മൾ മന്തിക്കിൽ പഠിക്കും മനുഷ്യൻ്റെ നിർവചനം ഹയവാനുൻ നാത്തിക്കുൻ. അത് 950 കൊല്ലം മുമ്പ് ഗസാലി ഇമാമിൻ്റെ കാലത്തും ഹയവാൻ നാത്തിക് എന്ന് തന്നെയായിരുന്നു മനുഷ്യൻ്റെ നിർവചനം. ഇന്ന് നമ്മുടെ കാലത്തും ഹയവാൻ നാത്തിക് എന്ന് തന്നെയാണ് മനുഷ്യൻ്റെ നിർവചനം. ഈ മനുഷ്യൻ്റെ നിർവചനം നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കും, മനുഷ്യൻ്റെ നിർവചനമൊക്കെ ഇങ്ങനെ പറയുന്നതിന് വലിയ പ്രസക്തിയുണ്ടോ?
കുല്ലിയാത്തുൽ ഖംസ് പറയുമ്പോൾ ജിൻസിൻ്റെ നിർവചനവും നൗഇൻ്റെ നിർവചനവും ഫസ്ലിൻ്റെ നിർവചനവും അറദ് ആമിൻ്റെയും അറദ് ഖാസിൻ്റെയും എല്ലാവരും ഉസ്താദുമാരാണല്ലോ, നിർവചനവും ഒക്കെ മന്ദിക്കിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ നിർവചനത്തിന് വലിയ പ്രസക്തിയുണ്ടോ എന്ന്. നിർവചനത്തിന് പ്രസക്തിയുണ്ട്. എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വത്വം മാറുന്നില്ല എന്നുള്ളത് ഇസ്ലാമിക ഫിലോസഫിയിലെ അടിസ്ഥാനപരമായൊരു പോയിൻ്റാണ്. മനുഷ്യൻ്റെ സ്വത്വം മാറുന്നുവെങ്കിലേ മനുഷ്യൻ്റെ ആലോചനകൾ മാറൂ, ആവശ്യങ്ങൾ മാറൂ, വ്യവഹാരങ്ങൾ മാറൂ. മനുഷ്യൻ മാറുന്നില്ലല്ലോ, മുണ്ടുംകുപ്പായവും മാറും. 1000 കൊല്ലം മുമ്പ് അണിഞ്ഞ ഡ്രസ്സല്ല ഇന്നത്തെ ആധുനിക മനുഷ്യൻ അണിയുന്നത്. വാഹനങ്ങൾ മാറും. കാളവണ്ടിയും കുതിരവണ്ടിയും കഴുതവണ്ടിയും ഒട്ടകവണ്ടിയും ആനവണ്ടിയും മനുഷ്യൻ്റെ വാഹനങ്ങളായ കാലം മാറി. ഇന്ന് അതിശീഘ്രം ബഹുദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന വിവര സാങ്കേതിക വിന്യാസങ്ങൾ അതിൻ്റെ പരമമായ അർത്ഥങ്ങളെ പ്രാപിച്ച കാലഘട്ടമായി. പക്ഷേ മനുഷ്യൻ്റെ ആവശ്യം മാറിയില്ല. സഞ്ചരിക്കുക എന്ന ആവശ്യം മാറിയില്ല. ചിന്തിക്കുക എന്ന ആവശ്യം മാറിയില്ല. അതിൻ്റെ ഒരു കണക്ക് തന്നെയുണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. ഞാനെന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പുതിയ ലോകം പറയുന്നത് പുതിയ മനുഷ്യനൊന്ന് വേറെയാണ്, പഴയ മനുഷ്യരൊന്ന് വേറെയാണ്. ചില ഉസൂലുകളിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ എളുപ്പം. ഇസ്ലാം പറയുന്നത് പുതിയ മനുഷ്യൻ വേറെയും പഴയ മനുഷ്യൻ വേറെയുമല്ല. ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ ന്യൂ ബോൺ ബേബി വരെ ഒരേ മനുഷ്യരാണ്. മോഡേണിറ്റിയും ആധുനികതയും പറയുന്നു പഴയ മനുഷ്യർ അപരിഷ്കൃതരായ മനുഷ്യരാണ്. എന്നിട്ട് പരിഷ്കാരത്തിലേക്കുള്ള ഒരു ഗ്രാജുവൽ പ്രോസസ്സിംഗ് ആണ് കാലപ്രവാഹം. കാലം പിന്നോട്ട് പോകും തോറും മോശമാണ്, മുന്നോട്ട് വരും തോറും നല്ലതാണ്. ലാ യഅതി സമാനുൻ ഇല്ലാ ബഅദഹു അശറു മിൻഹു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മുടെ സിദ്ധാന്തം നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ അങ്ങോട്ടേക്കല്ല എൻ്റെ വിഷയം കൊണ്ടുപോകുന്നത്. അതേസമയം മനുഷ്യൻ മാറുന്നുവെങ്കിലേ ഇവരുടെ ഈ വാദത്തിന് പ്രസക്തിയുള്ളൂ. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൻ്റെ മതമാണ്, 7-ാം നൂറ്റാണ്ടിൻ്റെ മതമാണ്, ഗോത്രകാലത്തെ മതമാണ്, ആധുനികതയോട് അപ്ഡേറ്റഡ് അല്ല തുടങ്ങിയ പരാതികൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകൂ? ആന്ത്രോപോളജിയിൽ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഫിലോസഫിയിൽ മനുഷ്യൻ്റെ ആവശ്യം 13 എണ്ണിയിട്ടുണ്ട്. ആ 13 14 12 അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ എനിക്ക് പലപ്പോഴും കൗതുകകരമായി തോന്നിയ ഒരു യാഥാർത്ഥ്യം, ഇസ്ലാമിൻ്റെ സത്യത ഇത്രമേൽ വ്യക്തമാക്കുന്ന ഒരു കാഴ്ചപ്പാട്. മനുഷ്യൻ്റെ ഒന്നാമത്തെ ആവശ്യം ആദം അലൈഹിസ്സലാം മുതൽ നമ്മളിത് സംസാരിക്കുന്ന ഈ സന്ദർഭം വരെയുള്ള മനുഷ്യൻ്റെ ഒന്നാമത്തെ ആവശ്യം അവരെണ്ണിയത് ഉറക്കമാണ്. എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റായ്മ, അതിൻ്റെ തീവ്രത അനുസരിച്ച് കൊണ്ടാണ് അതിൻ്റെ തർത്തീബ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ഉറക്കം, രണ്ടാമത്തേത് മൂത്രമൊഴിക്കൽ, മൂന്നാമത്തേത് വെള്ളം കുടിക്കൽ, നാലാമത്തേത് കാഷ്ടിക്കൽ, അഞ്ചാമത്തേത് ഭക്ഷണം കഴിക്കൽ, ആറാമത്തേത് മൈനറിനും മേജറിനും വസ്ത്രം, മിഡിലിന് സെക്സ്, പിന്നെ 7 തിരിച്ചും മറിച്ചും വരും. 8ാമത്തേത് പാർപ്പിടം, 9ാമത്തേത് എൻ്റർടൈൻമെൻറ്റ്, വിനോദത്തെ 4 എണ്ണി, കല, കായികം, സംഗീതം, ലഹരി. അപ്പോൾ ആകെ 12 ഈ 12 അല്ലാത്ത ഒരാവശ്യം ലോകത്തെ ഏതെങ്കിലും മനുഷ്യന് ഇന്നുണ്ടോ, ഇന്നലെ ഉണ്ടായിരുന്നോ, അന്നുണ്ടായിരുന്നോ, നാളെ ഉണ്ടാകുമോ? മനുഷ്യനെ ആരാണ് കഷ്ണമാക്കിയത്? പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യൻ, അതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ. ഈ ആവശ്യങ്ങളിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് പുറത്തു പോവേണ്ട കാര്യമില്ല. ഇത്രേ ആവശ്യമുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളാണ്, സവിശേഷ സൃഷ്ടികളാണ്, ഒക്കെ ശരി. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ ഈ 12ൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 11 ആവശ്യമേ വരുള്ളൂ. എല്ലാം തന്നെ നമുക്ക് ആവശ്യം വരുന്ന സംഗതിയല്ല. അതിൻ്റെ തർത്തീബ് തന്നെ ആലോചിക്കുമ്പോൾ സംഭവം ചിന്തിക്കേണ്ട സംഗതിയാണ്. അള്ളാഹു ഓരോന്നിനെയും ഇത്ര മനോഹരമായിട്ടാണ് സംവിധാനിച്ചത്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് ഒരാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ ഒരു കലാസൃഷ്ടി,
ഉറക്കം എത്ര മനോഹരമായ ഒരു സൃഷ്ടിയാണ്. പരീക്ഷീണങ്ങളിൽ നിന്നുള്ള മോചനം, സങ്കടങ്ങളിൽ നിന്നുള്ള മോചനം, എല്ലാ മൂഡ് ഓഫുകളും മാറി ഒരു തണുത്ത തടാകത്തിൽ മുങ്ങിപ്പൊങ്ങി എഴുന്നേറ്റ് വരുന്ന പോലെ അത്യാവശ്യം 3, 4, 5 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. എത്ര മനോഹരമായ ഒരു അനുഭവമാണത്. ഒരു കുളി പോലെ, ഒരു പച്ചവെള്ളത്തിലെ സ്നാനം പോലെ, മനോഹരമായ ഒരു യാത്ര പോലെ, ഇത് ദരിദ്രനും പോകാവുന്ന ഒരു പ്രപഞ്ച പര്യടനം പോലെ. അതിനിടയിൽ സ്വപ്നങ്ങൾ. ഒരു ഉറക്കത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കൂ. ഉറക്കം എത്ര വലിയ അനുഭവമാണ്. ഉറങ്ങിപ്പോകുന്നു. ഉറങ്ങുന്ന നേരം നമ്മൾ അറിയുന്നില്ല. നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ വേറെ ചിത്രപ്പണികൾ, വേറെ ഭാവനകൾ. അതിനിടയിൽ നിറങ്ങൾ വരുന്നു, കാഴ്ചകൾ വരുന്നു, മായുന്നു, പോകുന്നു. നമ്മൾ തന്നെ അനുഭവ ലോകത്തെന്ന പോലെ ഭൂതകാലത്തേക്ക് സഞ്ചരിക്കുന്നു. മനുഷ്യൻ ഭൂതകാലത്തേക്ക് 2 സന്ദർഭങ്ങളിലാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം സഞ്ചരിക്കുന്നത്. ടൈം വീൽ റിവേഴ്സിംഗ് ഒക്കെ ശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാന പ്രകാരം ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ചൊക്കെ നമ്മുടേതായ കാഴ്ചപ്പാട് പറയാൻ പറ്റുമെങ്കിലും വലിയ സിദ്ധാന്തങ്ങളിലേക്കൊന്നും പോകാതെ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന ഭൂതകാല യാത്ര ഒന്ന് ഉറക്കത്തിലാണ്. നമ്മൾ ജീവിക്കുന്നത് 2023 നമ്മൾ ജനിച്ച അല്ലെങ്കിൽ നമ്മുടെ 5-ാം വയസ്സിലേക്ക് ഉറക്കത്തിൽ പോകാൻ കഴിയും. മദ്രസകൾ കിനാ കാണും, സ്കൂള് കിനാ കാണും. മരിച്ചുപോയ ഉസ്താദിൻ്റെ അടി ഓർമ്മയിൽ വരും. മരിച്ചുപോയ ബാപ്പ വരും, ഉമ്മ വരും. മറ്റൊന്ന് മരിക്കുന്ന സന്ദർഭത്തിലാണ്. മരിക്കുന്ന നേരം 75 വയസ്സുകാരൻ്റെ മുമ്പിൽ ജീവിച്ച ആ സന്ദർഭം മുതൽ 75 വയസ്സിൽ റൂഹ് പിടിക്കുന്ന നേരം വരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോള് പോകുന്ന പോലെ പായും 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 പായും. സൽക്കർമ്മം ചെയ്തവർക്ക് സന്തോഷം, ദുഷ്കർമ്മം ചെയ്തവർക്ക് സങ്കടം. ഈ റോൾ പായലിൻ്റെ ശേഷമാണ് ആ ഫിലിമുകൾ മുഴുവനും ഈ മനുഷ്യനെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ നിന്നോട് അനീതിയും ചെയ്തിട്ടില്ല ദുനിയാവിൽ വെച്ച് അള്ളാഹു ഈ മുക്കല്ലഫായ മനുഷ്യനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് റൂഹ് പിടിച്ചു കൊണ്ടുപോവുക. ഞാൻ പറയുന്നത് അതിനെ സംബന്ധിച്ചല്ല. ഒരു ഉറക്കം മാത്രം മതി ഈ പ്രപഞ്ചം സ്വയംഭൂ അല്ല എന്ന് മനസ്സിലാക്കാൻ. ബാക്കിയൊക്കെ ആദിഗണത്തിൽ നിന്ന് വികസിച്ചുണ്ടായി എന്ന് പറഞ്ഞാലും, സ്വയംഭൂവാണെന്ന് പറഞ്ഞാലും, ഒന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും, അതൊക്കെ ഒന്നിൻ്റെ വിവിധ രൂപഭേദങ്ങളാണെന്ന് പറഞ്ഞാലും, ലോകത്തുണ്ടായ നിരീശ്വര ഭൗതിക പ്രത്യയശാസ്ത്രക്കാരുടെ ഏത് വ്യാഖ്യാനങ്ങളിൽ അതിനെ കൊണ്ടുപോയി തളച്ചാലും, എങ്ങനെയുണ്ടായി ഈ ഉറക്കം, എങ്ങനെയുണ്ടായി ഈ സ്വപ്നം, അതിലേതാണ് ആദ്യഗണം, അതിൻ്റെ ആദ്യ രൂപം, രൂപഭേദം വരാൻ ആദ്യ രൂപം ഏതായിരുന്നു, എന്തായിരുന്നു? എത്തും പിടിയും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. രണ്ടാമത്തെ ആവശ്യം ആലോചിച്ച് നോക്കൂ. ഈ 13, 12 ആവശ്യങ്ങളിലൂടെ പോയാൽ നമ്മൾ അറിയാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകും. അറിയാതെ നമ്മുടെ സുജൂദിൽ ബോധപൂർവം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞു പോകും. രണ്ടാമത്തേത് മൂത്രമൊഴിക്കലാണ്. ഇന്നല്ലേ ഈ റിമോട്ട് കൺട്രോൾ സംവിധാനങ്ങൾ വന്നത്. ദൂരങ്ങളിലുള്ള വാതിലുകൾ തുറക്കാനും അടക്കാനും നിയന്ത്രിക്കാനും മനുഷ്യന് സാധിക്കുന്നു ഉപകരണങ്ങൾ വെച്ച്, കിരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിലുണ്ട് തലച്ചോറിലുള്ള ഒരാലോചന കൊണ്ട് അടങ്ങുകയും അനങ്ങുകയും ചെയ്യുന്ന ഒരു സംവിധാനം. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് തോന്നി മൂത്രം നിർത്തണം. നമ്മൾ മൂത്രമൊഴിക്കുന്ന അവയവം കയ്യിൽ പിടിക്കുക പോലും വേണ്ട, മനസ്സിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, മൂത്രം നിൽക്കട്ടെ. ഒരു അര സെക്കൻഡ് നേരം ഒരടങ്ങാർ അനുഭവിക്കുമെങ്കിലും മൂത്രം നിന്നു. പിന്നെ നാൾ അപ്പോൾ തന്നെ കരുതുകയാണ് മൂത്രം പുറത്തു പോകട്ടെ. ഒന്നും ചെയ്തിട്ടില്ല, അവയവം കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല, തലോടിക്കൊടുത്തിട്ടില്ല, അവിടെ ഒരു നമ്മളായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടില്ല. നമ്മൾ കരുതുന്നു ഈ അവയവം അതുപോലെ പ്രവർത്തിക്കുന്നു. ബസ്സിൽ നിന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയതാണ്, ട്രെയിനിൽ നിന്ന് തോന്നിയതാണ് അത്. പക്ഷേ വഴിയില്ല. നമ്മൾ തീരുമാനിക്കുന്നു വീട്ടിലെത്തുന്നത് വരെ മൂത്രമൊഴിക്കണ്ട. വീട്ടിലെത്തുന്നത് വരെ അതവിടെ നിൽക്കും. വീട്ടിലെത്തുന്നു, ബാത്റൂമിൽ കയറുന്നു, നമ്മളുടെ തീരുമാനം മാറ്റുന്നു. മൂത്രമൊഴിക്കാൻ തീരുമാനിച്ചാൽ മൂത്രമായിട്ട് പോകുന്നു. ആരാണ് ആ സംവിധാനം? എവിടെ നിന്നാണ് ആ സംവിധാനം?
ഞാൻ ഓരോന്നും പറഞ്ഞ് നേരം കളയുന്നില്ല. ഓരോ ആവശ്യങ്ങളും. പിന്നെ വെള്ളം കുടി, എന്തെങ്കിലും അകത്തേക്ക് പാനീയമായി, ദ്രാവകമായി. എത്ര മനോഹരമായ അനുഭവങ്ങൾ. കുടിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ, ജീവികളുടെ ശരീരത്തിൽ ഈ ഭോജനമെന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര വരണ്ടുപോയനെ ഈ ജീവിതം. പക്ഷേ അകത്തേക്ക് പോകണം, പുറത്തേക്ക് വരണം, ആ കലാപരിപാടികൾ നടക്കണം. അപ്പോൾ അതിന് ആ മുദാഫ, അത് തന്നെ എത്ര മനോഹരമായ അനുഭവമാണ്. ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടൽ, പോയി മൂത്രമൊഴിക്കൽ. ആ മുട്ടലില്ലെങ്കിൽ മൂത്രമൊഴിക്കലിൽ എന്ത് രസമാണുള്ളത്. കാഷ്ടിക്കാനുള്ള മുട്ടൽ, തോന്നൽ, ആ ടെൻഡൻസി, ആ മുദാഫ അതില്ലെങ്കിൽ ഒരു ശരീരത്തിൽ എന്താണ് കൗതുകകരമായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള മിസാജുകൾ ഈ ശരീരത്തിൽ വേണം. അതിന് ചിലപ്പോൾ ആവശ്യമാകുന്ന അഗ്നിയുടെ അംശം ശരീരത്തിൽ വേണം, ജലത്തിൻ്റെ അംശം വേണം, മണ്ണിൻ്റെ അംശം വേണം, വായുവിൻ്റെ അംശം വേണം. അനാസറുകൾ കൂടിച്ചേരണം, മിസാജുകൾ കൃത്യമാകണം. അതിൽ അഗ്നിയുടെ അംശം കുറഞ്ഞു പോയ മനുഷ്യന് ഒരിക്കലും രതിമൂർച്ച അനുഭവപ്പെടാൻ കഴിയില്ല. പക്ഷേ രതിമൂർച്ച എപ്പോഴെങ്കിലുമേ വേണ്ടൂ. അപ്പോൾ സ്വല്പം മാത്രം അതിൻ്റെ അംശം നിക്ഷേപിച്ചു കൊടുക്കുന്നു. അതിൽ ആരിലെങ്കിലും കൂടുതലായാൽ അത് പ്രയാസകരമാകുന്നു. ഞാൻ ഓരോന്ന് പറയുകയല്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ എത്ര കലാവിരുതോടുകൂടിയാണ് സംവിധാനപ്പെടുത്തിയത്. പോയി 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 ഓരോ ആവശ്യങ്ങളും. അവസാനം മനുഷ്യൻ്റെ ആവശ്യം വിനോദങ്ങൾ. ആ വിനോദബോധത്തെ, അത് കലയാകട്ടെ, കായികമാകട്ടെ, സംഗീതമാകട്ടെ, ലഹരിയാകട്ടെ, പരിശുദ്ധ ഇസ്ലാം എല്ലാത്തിനെയും വ്യവസ്ഥപ്പെടുത്തി. അതിൻ്റെ കർമ്മശാസ്ത്രമല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ വ്യവസ്ഥപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവിടെ ആലോചിക്കേണ്ടതുണ്ട്. കലയും കായികവും സംഗീതവും അവിടെ നിൽക്കട്ടെ. മനുഷ്യൻ്റെ ഒരാൾക്ക് കലാപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ വേറെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകും. ചിലർക്ക് കല വേണം, ചിലർക്ക് കായികം വേണം, ചിലർക്ക്. കാരണം എന്താ? ഇസ്ലാം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട്? ലഹരിയായി നിങ്ങൾക്ക് ഞാൻ പോരെ? അള്ളാഹുവിൻ്റെ ചോദ്യം. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് മറ്റൊരു ലഹരി? ലഹരിയായി നിങ്ങൾക്ക് എൻ്റെ നബി പോരെ? പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് മറ്റൊരു ലഹരി? ആ ഒരു വ്യവസ്ഥ നോക്ക്. എൻ്റെ വിഷയം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതല്ല. ഒരു കാര്യത്തെ പടച്ചവൻ ഡിസൈൻ ചെയ്തതിൻ്റെ ഒരു സമഗ്രത നോക്ക്. അറബികളെല്ലാവരും കള്ളുകുടിയന്മാരായിരുന്നു, അല്പസ്വല്പം ആളുകൾ ഒഴികെ. ഒരഭിപ്രായ പ്രകാരം സഹാബികളിൽ അൽ അശ്റത്തുൽ മുബശ്ശറ കള്ളു കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് ജാഹിലിയ കാലത്ത്. അതിൽ തന്നെ കുടിച്ചവരുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. അത്രയും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ ആളുകളിൽ പോലും ഒരു കാലത്ത് കള്ളുകുടിയന്മാരുണ്ടായിരുന്നു. ആ സംഭവമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇസ്ലാം മദ്യം നിരോധിച്ചതിൻ്റെ ആ ക്രമത്തിലെ ഒരു ഫിലോസഫി എന്താ? മദീനയിലെ മസ്ജിദിൽ വെച്ച് കുല്ലിയ അയ്യുഹൽ കാഫിർ ഓതിയിട്ട് തീർന്നിട്ടില്ല ഒരു ഇശാ നിസ്കാരത്തിൽ. വട്ടം ചുറ്റി ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ തീരുന്നില്ല. അപ്പോഴാണ് ലാ തഖറബു സ്വലാത്ത വ അൻതും സുക്കാറ. ആ അനുഭൂതി അനുഭവിച്ചതിന് ശേഷം, മാസങ്ങൾക്ക് ശേഷമാണ് മൻ ശരിബ ഖംറൻ മുസ്കറൻ മുസ്തഹില്ലൻ ബഅദ തഹരീമിഹി ഫലം യതുബ് ഫലം യൻസൽ ഫലൈസ മിന്നി വ അന മിൻഹു യൗമൽ ഖിയാമ നിരോധന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ രണ്ടാം ഘട്ടം എന്തുകൊണ്ടാ കാലതാമസം എന്ന് ചോദിച്ചാൽ ഇവരെ കൊണ്ട് അനുഭവിപ്പിക്കുകയായിരുന്നു. ഉസല്ലി ഫർള സ്വലാത്തി, ഉസല്ലി എന്നാൽ എന്ന നിസ്കാരം, ഉസല്ലി ഫർള സ്വലാ, ഉസല്ലി ഫർള ദുഹരി, ളുഹർ നിസ്കാരത്തിൻ്റെ സമയത്തല്ലേ ഉണ്ടായത്. ആ സ്വഹാബി അത് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ളുഹർ നിസ്കാരത്തിന് വേണ്ടി ഞാൻ കൈകെട്ടിയ സന്ദർഭത്തിൽ ഞാൻ തന്നെ ആലോചിച്ചു പോയി. ലില്ലാഹി തആല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്ന ഇതിനേക്കാളും മനോഹരമായി മറ്റെന്തുണ്ട് അനുഭൂതിദായകമായി? നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, റസൂൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേറെ ലഹരി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് സഹാബികളെ പരിവർത്തിപ്പിക്കുകയായിരുന്നില്ലേ? അപ്പോൾ ആ ആവശ്യവും കംപ്ലീറ്റ് ആക്കി കൊടുത്തു. ഇങ്ങനെ മനുഷ്യൻ്റെ
ഈ ആവശ്യങ്ങളെ സമ്പൂർണ്ണമാക്കി എന്നുള്ളതിനപ്പുറം ഏതെങ്കിലും കാലത്ത് ഇതിന് അതീതമായ ഒരാവശ്യമുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ നമ്മുടെ ആലോചന. സഞ്ചരിക്കണം, യാത്ര പോകണം, വിവാഹം ചെയ്യണം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, വീട് കെട്ടണം, അധികാരമുണ്ടാക്കണം, കാലോചിതമായ രീതിയിലുള്ള വിനോദങ്ങൾ വികസിപ്പിക്കണം, കായികശാലകൾ ഉണ്ടാകണം, കലാശാലകൾ ഉണ്ടാകണം. ഇതൊക്കെ മനുഷ്യൻ്റെ എക്കാലത്തുമുള്ള ആവശ്യങ്ങളായിരുന്നില്ലേ? പുതിയ എന്താവശ്യമാണ് ആധുനിക ലോകത്തുള്ളത്? നമ്മളും ചിലപ്പോൾ വഞ്ചിതരാകും. ആധുനിക ലോകത്തിന് പുതിയ എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് എന്ന്. ആധുനിക ലോകത്തിൻ്റെ മാക്സിമം കളിയേതാ? ജസ്റ്റ് എക്സാമ്പിൾ, ഒളിമ്പിക്സും ലോകകപ്പ് ഫുട്ബോളും അല്ലേ? പക്ഷേ 4000 കൊല്ലം മുമ്പ് ലോകത്ത് മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ഗ്ലാഡിയേറ്റർ സ്പോർട്സ് ഐറ്റം അത് തന്നെയല്ലേ ഇന്ന് ഒളിമ്പിക്സിലുള്ളത്? അതിൻ്റെ പരിഷ്കൃത രൂപങ്ങളല്ലേ ആധുനിക റിലേകൾ, ഗെയിമുകൾ, സ്പോർട്സുകൾ? അന്നുണ്ടായിരുന്നു. അത് ഗ്രീസിൽ നടന്ന, മിഡിൽ ഈസ്റ്റിൽ നടന്ന പ്രവാചകന്റെ കാലഘട്ടം പോലും ലോകത്ത് വലിയ വലിയ കായിക വിനോദങ്ങൾ ഉണ്ടായിരുന്നു. വലിയ കുണ്ട് കുഴിച്ചിട്ട് ആ കുണ്ടിലിറക്കും ഒരു മനുഷ്യനെയും ഭീകരമായ ജന്തുവിനെയും. അതിൽ നിന്നാണ് ഇന്നൊക്കെ സ്പെയിനിലുള്ള ആ കാളക്കൂറ്റ് മത്സരമൊക്കെ ഉണ്ടായത്. എന്നിട്ട് അവർണനായ, ദളിതനായ, പിന്നോക്കക്കാരനായ, അധസ്ഥിതനായ ഒരു കാപ്പിരിയെ, നീഗ്രോയെ ആ കുഴിയിലിറക്കും. എന്നിട്ട് ആ മനുഷ്യൻ്റെ അരികിലേക്ക് ഒരു വലിയ ചെങ്കാളയെ, കരിങ്കാളയെ കെട്ടഴിച്ചു വിടും. എന്നിട്ട് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ബൈസണ്ടൈൻ സാമ്രാജ്യത്തിൻ്റെ കിസറ ചക്രവർത്തിമാർ, പരിവാരങ്ങൾ, സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാർ, പരിവാരങ്ങൾ ബാൽക്കണിക്ക് ചുറ്റും തമ്പടിക്കും. എന്നിട്ട് ഈ കരിങ്കാളയും ചെങ്കാളയും ആ അധസ്ഥിതനായ മനുഷ്യൻ്റെ വയറ് കൊമ്പ് കൊണ്ട് കുത്തിക്കീറുമ്പോൾ, അതാണ് അതിൻ്റെ ക്ലൈമാക്സ്. ഇവിടെ നിന്ന് രാജപരിവാരങ്ങൾ കൈയടിച്ച് ചിരിക്കും. അവൻ്റെ ചോരക്ക് വിലയില്ല, ജീവിതത്തിന് ജീവന് വിലയില്ല. ആ കാലം, ആ വിനോദം, അങ്ങനെ ഒട്ടനേകം വിനോദം. അറേബ്യയിലെ ഉക്കാള ചന്ത, അവിടെ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ കൊല്ലത്തിൽ 2 തവണ മൗസിമുകളിൽ ഗുസ്തി മത്സരം ഉണ്ടായിരുന്നു. അറേബ്യയിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് പിൻബലമുള്ള ഗുസ്തി ചക്രവർത്തിയായിരുന്നു റുക്കാന. ഉക്കാളയിലെ ടെക്സ്റ്റൈൽസുകളിൽ ഏറ്റവും വലിയ വിലക്ക് പോയ ഉടുപ്പുകളായിരുന്നു മസായ റുക്കാന. റുക്കാനാൻ്റെ ഡ്രസ്സുകൾ ഇന്ന് ഫിലിം സ്റ്റാറുകളുടെ പേരിൽ കുപ്പായങ്ങൾ ഇറങ്ങുന്നില്ലേ, മുണ്ടിറങ്ങുന്നില്ലേ, ഡ്രസ്സ് ഇറങ്ങുന്നില്ലേ? റുക്കാനാൻ്റെ ഡ്രസ്സാന്ന് പറഞ്ഞാൽ 2 ദീനാറും ദിർഹമും ജാസ്തി കൊടുക്കേണ്ടി വരുമായിരുന്നു. അത്രയും വലിയ ഫാൻസ് പിൻബലമുള്ള ആളായിരുന്നു. പക്ഷേ റുക്കാനയെ ഉക്കാളയിൽ വെച്ച് ഒരു മൽപ്പിടുത്തത്തിൽ തോൽപ്പിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് റുക്കാന 2ാം സ്ഥാനത്തും പിന്നീട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 1ാം സ്ഥാനത്തുമായത്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ഉക്കാളയിലേക്ക് ദീന് പറയാൻ പോയ സന്ദർഭത്തിൽ ഈ റുക്കാനയാണ് പ്രവാചക തിരുമേനിയോട് പറഞ്ഞത്, എന്നെ നിങ്ങൾ ഈ മൽപ്പിടുത്തത്തിൽ തോൽപ്പിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഒന്നാമത് ഓക്കെ പറഞ്ഞു. ആളുകൾ ചുറ്റും കൂടി. 2 പേര് മൽപ്പിടുത്തം നടത്തി. ഞൊടിയിടയിൽ റുക്കാന താഴെ, പ്രവാചകൻ മീതെ. റുക്കാന പറഞ്ഞു, ഇത് ചതിയാണ്, ഞാൻ ഒരുങ്ങിയിട്ടില്ല, ഒരു വട്ടം കൂടി. ആളുകൾ 2 അഭിപ്രായക്കാരായി. ഇനി പോകണ്ട, ഓൻ തോറ്റത് അംഗീകരിക്കാഞ്ഞിട്ടാണ്. പുഞ്ചിരിയോടെ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് പരാതിയില്ല, ഒരു വട്ടം കൂടി ആയിക്കോട്ടെ. വീണ്ടും 2 പേര് മൽപ്പിടുത്തം നടത്തി. ഞൊടിയിടയിൽ റുക്കാന താഴെ, പ്രവാചകൻ മീതെ. റുക്കാന പറഞ്ഞു, ഞാൻ ഇപ്പോഴും മര്യാദക്ക് ഒരുങ്ങിയിട്ടില്ല, ഒരു തവണ കൂടി. 3 തവണ റുക്കാനയെ ഫലം യൽബസ് മുദ്ദ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഞൊടിയിടയിൽ പ്രവാചകൻ റുക്കാനയെ മലർത്തിയടിച്ചു. 3ാമത് മലർത്തിയടിച്ചപ്പോൾ റുക്കാന പിന്നീട് പ്രവാചകന്റെ സ്വഹാബിയായി. അങ്ങനെ റുക്കാന റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തുണ്ടായി. ഞാനത് പറയുകയല്ല. കളിക്ക് കളിയുണ്ട്, ഗെയിമിന് ഗെയിമുണ്ട്, വിനോദയാത്രകളുണ്ട്. പഴയകാലത്തെ പ്രോമിത്യൂസിൻ്റെ സഞ്ചാരങ്ങൾ, പഴയകാലത്തുള്ള അതേപോലെയുള്ള ലോകത്തെ വലിയ വലിയ നാവിക യാത്രികന്മാർ, മരുഭൂ സഞ്ചാരികൾ, ദേശസഞ്ചാരികൾ, കണ്ടുപിടുത്തങ്ങളൊന്നുണ്ട് ഇന്നത്തിനേക്കാളും വലിയ. ഇന്നൊക്കെ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള കണ്ടുപിടുത്തമാണ്. അന്ന് മനുഷ്യൻ്റെ തല ഉപായങ്ങൾ വെച്ചുകൊണ്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. ഇതിനേക്കാളും നൈസർഗികമായ ഇനീഷ്യേറ്റീവ്, ഇന്നോവേഷനുകൾ അന്നാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. മനുഷ്യൻ്റെ അസ്തിത്വത്തെ പഴയ മനുഷ്യൻ, മധ്യകാല മനുഷ്യൻ, ആധുനിക മനുഷ്യൻ എന്ന് മുറിച്ചിട്ട് പറയുന്ന രീതി ഇസ്ലാമികമായി ശരിയല്ല എന്ന് മാത്രമല്ല, ആ മുറിച്ചിട്ട് പറയുന്ന രീതിയാണ് വാസ്തവത്തിൽ
ആധുനിക സിദ്ധാന്തങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. അത് മനുഷ്യ നിഗ്രഹമാണ്, മനുഷ്യത്വത്തോട് ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളതാണ് വാസ്തവം. മനുഷ്യൻ്റെ അസ്തിത്വം ഒന്നായതുകൊണ്ടാണ് എല്ലാ മനുഷ്യരിലേക്കും, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ, എല്ലാ മനുഷ്യരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പറഞ്ഞയച്ചത്. ബാക്കി പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും കാലഘട്ടത്തിലേക്കായിരുന്നു. മുജീബ് സാഹിബ് അതിൻ്റെ ഇടയ്ക്ക് കുറേ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരില്ല. ഫ്രീ ആണോ? അതാണ് ഇതിൻ്റെ സാർവജനീനതയും. ഞാനിത് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ശരിയാൻ്റെ നിയമം മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അതിൻ്റെ ആവശ്യം എന്താ വാസ്തവത്തിൽ? അപ്പം പിന്നെ ഒരു സംശയം ഉണ്ടാകും, ഈ ചേലും കോലവും അതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇപ്പോൾ ഗാസ യുദ്ധം, അള്ളാഹു അവിടെയുള്ള പോരാളികൾക്ക് അള്ളാഹു വിജയം കൊടുക്കട്ടെ, നമ്മൾ ലൈവായി കാണുന്നു. അവരെന്താ പറയുന്നത്? ഒരു ഉള്ളി കൊണ്ട് ഞങ്ങൾ 3 പേര് ഒരു ദിവസം ജീവിച്ചു. ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഞങ്ങളൊരു കുടുംബം ഒരു ദിവസം താമസിച്ചു. ഒരു ഉള്ളി കൊണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് 3-4 പേരും അടങ്ങുന്ന കുടുംബം ജീവിച്ചു പോകുന്നു. ആ കുടുംബം അല്ലെങ്കിൽ അതേപോലെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലികൾ യുദ്ധം വരും മുമ്പ് എങ്ങനെയാണ് ജീവിച്ചത്? യുദ്ധം വരും മുമ്പ് ഒരു ഉള്ളിയും ഉരുളക്കിഴങ്ങന്മാരും തൊട്ടു നോക്കുക പോലുമില്ല. ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണങ്ങളാണ്. നമ്മളിത് സംസാരിക്കുന്നു. 2 ദിവസം നിന്ന് മഴ പെയ്താൽ, ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി 2018, ഒരു വലിയ കാറ്റടിച്ച് കരണ്ട് പോയാൽ എന്താണ് അവസ്ഥ? നമ്മൾ ബ്രെഡിലേക്ക് മടങ്ങും, ഉള്ളിയിലേക്ക് മടങ്ങും, ഉരുളക്കിഴങ്ങിലേക്ക് മടങ്ങും. ഈ കാണുന്ന ലോകത്തെ യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ, റഷ്യയുടെ, ചൈനയുടെ, ഫ്രാൻസിൻ്റെ, ജർമ്മനിയുടെ എല്ലാ യുദ്ധവിമാനങ്ങൾ എങ്ങനെയാ സഞ്ചരിക്കുന്നത്? എല്ലാ വിമാനങ്ങളും എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എങ്ങാനും പത്രത്തിലൊരു ന്യൂസ് വന്നു, ഈ പ്രൈവറ്റ് വിമാനങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം, എല്ലാ രാജ്യങ്ങളും കൂടുതൽ അനുമതി കൊടുക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം ആകാശത്ത്, അന്തരീക്ഷത്ത് പ്രൈവറ്റ് വിമാനങ്ങൾ നിറയുന്നു. എന്നിട്ട് സിഗ്നലുകൾ പഴക്കുന്നത് കൊണ്ട് വിമാന അപകടങ്ങൾ കൂടും. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ പ്രൈവറ്റ് വിമാനങ്ങൾക്കുള്ള അനുമതി കൊടുക്കരുത് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഈ അടുത്ത ദിവസം ലോകം ചർച്ച ചെയ്തതാണ്. ഈ സിഗ്നലുകൾ ഉപയോഗപ്പെടുത്തിയാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. ഈ സിഗ്നലുകൾ മിസ്സായാൽ എന്ത് സംഭവിക്കും? എങ്ങനെ മിസ്സാകും? ഇത് മുഴുവനും പ്രവർത്തിക്കുന്നത് ഇൻ്റർനെറ്റ് സൗകര്യം, സാറ്റലൈറ്റ് സൗകര്യം, കരണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇതില്ലാതായാൽ ഇല്ലാതാകാൻ വലിയ പണിയുണ്ടോ? ലോകത്ത് ഹിരോഷിമയിലും നാഗ്സാക്കിയിലും അമേരിക്ക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വർഷിച്ച അണുബോംബിനേക്കാളും മാരകമായ അണുബോംബ് ഇന്ന് ലോകത്തുള്ള 3-ാം ലോക രാജ്യങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ അണുബോംബ് ഈ സീക്വൽ ടു ഇന്നത്തെ നാടൻ ബോംബാണ്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അത്രയും മാരകമായ ആയുധങ്ങളുണ്ട് ലോകത്ത് പട്ടിണി പാവങ്ങളുടെ പക്കൽ പോലും. അപ്പോൾ പിന്നെ അന്ന് അണുബോംബുണ്ടായിരുന്ന രാജ്യങ്ങളോ? അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ അടങ്ങുന്ന ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നിരീക്ഷകന്മാരുടെ അഭിപ്രായ പ്രകാരം അത് ഭൂമിയിൽ വെച്ചായിരിക്കില്ല, അത് സ്റ്റാർ വാറായിരിക്കും. ആ യുദ്ധം സ്പേസിലായിരിക്കും. ഇവിടെ അതിൻ്റെ റിസൾട്ടേ വരൂ. പോരാട്ടം അവിടെയായിരിക്കും. അവിടെ വെച്ചുള്ള പോരാട്ടത്തിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ നശിപ്പിക്കാനായിരിക്കും ആദ്യത്തെ ശ്രമം. യുദ്ധത്തിൻ്റെ രീതികൾ മാറുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാൻ്റെ ശ്രമം എങ്ങനെയാണ് അഹമ്മദാബാദിലേക്കും ഏറി വന്നാൽ കൊച്ചിയിലേക്കും 4 മിസൈൽ തൊടുക്കുക എന്നുള്ളതായിരിക്കും. വാണിജ്യ നഗരങ്ങളെ തകർക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിലുള്ള ലോക യുദ്ധങ്ങളുടെ ഒരു ടാർഗറ്റ്. പക്ഷേ ഇനി സോഫിസ്റ്റിക്കേറ്റഡ് ഡെവലപ്ഡ് രാജ്യങ്ങളുടെ യുദ്ധതന്ത്രം മാറി. ഇനി വാണിജ്യ നഗരങ്ങളല്ല, ഒരു രാജ്യം പറഞ്ഞയച്ച പേടകങ്ങൾ, ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, സ്പേസ് മിഷനുകൾ അതെങ്ങനെ തകർക്കാം? അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഏതെങ്കിലും ഈ പറയപ്പെട്ട രാജ്യങ്ങളുടെ തലപ്പത്ത് ഒരു ഭ്രാന്തൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആയാൽ ലോകത്തിൻ്റെ ഗതി മാറി, ചിത്രം മാറി. പിന്നീട് മൊബൈൽ ഫോണുകൾ കണ്ണു തുറക്കില്ല, ടെലിവിഷൻ മിണ്ടില്ല, ഇൻ്റർനെറ്റ് സിഗ്നലുകൾ സ്വീകരിക്കില്ല.
തരംഗങ്ങൾ വായുവിലൂടെ ആർട്ടിഫിഷ്യൽ തരംഗങ്ങൾ പ്രവഹിക്കില്ല. സ്വാഭാവികമായി റിവേഴ്സ് ഗിയറിൽ പോകും ലോകം. അന്ത്യനാളിൻ്റെ ഇസ്ലാമിൻ്റെ ഈ എസ്കറ്റോളജിക്കൽ വ്യൂ ഉണ്ടല്ലോ, ഇന്നത്തെ ലോകഗതി വെച്ച് എത്ര കൃത്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറില്ലേ, പ്രവാചകൻ്റെ ഹദീസിൽ ഇവിടെ ഒരു യുദ്ധം ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപക്ഷെ നടന്നേക്കാം. ആ യുദ്ധത്തിൻ്റെ പേരെന്തായിരുന്നു? ഇമാം മഹദി സിറിയയിൽ വന്നിട്ട് ഖുദ്സിൽ വന്നിട്ട് ഖുദ്സ് മോചിപ്പിക്കുന്ന ആ യുദ്ധം, ഹർമജദൂൻ യുദ്ധം, അൽ മൽഹമത്തുൽ കുബ്ര എന്ന ഹദീസിൽ വന്ന ആ യുദ്ധം. ആ യുദ്ധത്തെ സംബന്ധിച്ച് എന്താ ഉള്ളത്? ഇമാം മഹദിയുടെ ഭാഗത്ത് 70,000 ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കും, മറ്റൊരു ഭാഗത്ത് റോം, അമേരിക്കയാകാം, യൂറോപ്പാകാം. ഞാൻ ആ യുദ്ധകഥ പറയുകയല്ല. അവരും അണിനിരക്കും. എന്നിട്ട് രണ്ടുപേരും ആദ്യം സഖ്യത്തിലായിക്കൊണ്ട് റോം പക്ഷവും മുസ്ലിം പക്ഷവും സഖ്യത്തിലായിക്കൊണ്ട് ഒരു പൊതുശത്രുവിനെതിരെ യുദ്ധം ചെയ്യും. ആ പൊതുശത്രു ആരാന്നൊക്കെയുള്ള ചർച്ച ഇസ്ലാമിക് എസ്കറ്റോളജിസ്റ്റുകൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയല്ല. ചില അഭിപ്രായം അത് ഇറാനായിരിക്കാമെന്ന് പോലും അഭിപ്രായമുണ്ട്. അറബ് രാജ്യങ്ങളുടെ പോക്ക് കണ്ടാൽ ചൈനയായിരിക്കും എന്ന അഭിപ്രായമുണ്ട്. യൂറോപ്യൻസും അമേരിക്കയും അറബ് മുസ്ലിംസും ഒന്നിച്ച് യുദ്ധം ചെയ്ത് അവർ സിറിയയിലുള്ള ഒരു അതാണ് ഹദീസിൻ്റെ വാക്ക്, ഞാൻ ഓർക്കുന്നില്ല. ഒരു സമതലത്തിൽ അവരിറങ്ങും, പച്ചപ്പ് നിറഞ്ഞ സമതലത്തിൽ ഇറങ്ങും. അത് സിറിയയിലാണെന്ന് അല്ലെങ്കിൽ പലസ്തീനിലാണെന്ന് പറയപ്പെടുന്നു. 2-3 അഭിപ്രായങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പറയുകയല്ല. അങ്ങനെ അവരെല്ലാം വിജയിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുമ്പോൾ ഒരാൾ പറയും ഗലബ സ്വലീബ്, ഇത് ക്രിസ്ത്യൻസിൻ്റെ വിജയമാണ്, ഇത് ഞങ്ങളുടെ വിജയമാണെന്ന് അമേരിക്കക്കാരനോ നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഏതോ ഒരാളോ പറയും. അപ്പോൾ അത് ഒരു മുസ്ലിമിന് പിടിക്കില്ല. അയാൾ അപ്പം തന്നെ അവിടെ തട്ടിയിടും, അല്ലെങ്കിൽ അയാൾ അവിടെ വകവരുത്തും. അങ്ങനെ ഫൽ മൽഹമത്തുൽ കുബ്ര മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നീടാണ് ഈ ഹർമജദൂൻ പോരാട്ടം ഉണ്ടാവുക. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് ഹദീസിലുള്ളത്? വാളുകൊണ്ടുള്ള യുദ്ധം, കല്ലുകൊണ്ടുള്ള യുദ്ധം, കവണ കൊണ്ടുള്ള യുദ്ധം. ഇന്നത്തെ ഒരു കോണ്ടക്സിൽ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഹമാസ് ഒളിയുദ്ധം നടത്തുന്നത് അവർക്ക് ലഭ്യമായ നൂതനമായ പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മിസൈൽ വേദ തോക്കുകൾ അവർ ഹുത്തുകളിൽ നിന്ന് വാങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ, ഈ ഒരു സാമൂഹിക ക്രമത്തിൽ ആ ഹദീസ് ഒരിക്കലും നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് അതിനെ നമുക്ക് വായിച്ചെടുക്കുക പ്രയാസമായിരിക്കും. ഞാൻ പിന്നീട് ഈസാ അലൈഹിസ്സലാം ഇറങ്ങും, അവിടെയും പറയുന്നുണ്ടല്ലോ, ലുദ്ധ് മലയിൽ ദജ്ജാലിനെ വകവരുത്തും. ഓരോ മരവും വിളിച്ചു പറയും, വ ഇന്ന മിൻ ഖൽഫി യഹൂദിയൻ ഫഖതുൽ, എൻ്റെ പിറകിൽ യഹൂദിയുണ്ട്, കൊല്ല്. ഇല്ലാ ഷജറത ഇർഖദ് മരമൊഴികെ ഫഇന്നഹാ മിൻ ഷജറിൽ യഹൂദ്. പക്ഷേ അവിടെയും പറഞ്ഞതെന്താ? വാളുകൊണ്ടുള്ള യുദ്ധം, കവണ കൊണ്ടുള്ള യുദ്ധം. പിന്നീട് യേജ് മജൂജ് ഇറങ്ങും, യോഗ് മഗോഗ്, യഅജൂജ് മഅജൂജ് ഇറങ്ങും. അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ഈസാ അലൈഹിസ്സലാമും സംഘവും തുർക്കിയിലെ ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ പോയി തമ്പടിക്കും. മാസങ്ങൾക്ക് ശേഷം യഅജൂജിനെയും മഅജൂജിനെയും നശിപ്പിക്കാൻ പേമാരിയും പ്രളയവും ഉണ്ടാകും. അപ്പോൾ ഈസാ അലൈഹിസ്സലാം വിശ്വാസികളോട് പറയും, നമുക്കിനി താഴേക്കേക്ക് ഇറങ്ങിപ്പോകാം. അപ്പോൾ ആളുകൾ പറയും, താഴെ വെള്ളപ്പൊക്കമാണ്, നടക്കില്ല. അപ്പോൾ ഈസാ അലൈഹിസ്സലാം ആരെ വിളിക്കും? ഈസാ അലൈഹിസ്സലാം ബൽക്കീസിൻ്റെ സിംഹാസനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് സുലൈമാൻ അലൈഹിസ്സലാമിന് എത്തിച്ചു കൊടുത്ത ആ പറവയെ വിളിക്കും എന്നാണ് ഹദീസിലുള്ളത്. ആ വർഗത്തിൽപ്പെട്ട പറവയോ അത് തന്നെയോ അല്ലാഹു ആലം, ഒക്കെ ഹദീസുകളാണ്. എന്നിട്ട് പറയും, നീ പോയി നോക്ക്, വെള്ളമുണ്ടോ പ്രളയമുണ്ടോ നോക്ക്. ഈസാ അലൈഹിസ്സലാം പറയും, പറവ തിരിച്ചെത്തും. അതിൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ ഭാഗങ്ങളിൽ ചെളി പറ്റിയത് കാണും മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അപ്പോൾ ആളുകളോട് പറയും, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ചെളിയാണുള്ളത്, വെള്ളമില്ല, അതുകൊണ്ട് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി വരും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഘടന വെച്ചുകൊണ്ട് എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയും സംഘത്തിൻ്റെയും കയ്യിൽ ഏറ്റവും നൂതനമായ ഫെസിലിറ്റേറ്റഡ് ആപ്പിളിൻ്റെ ലാപ്ടോപ്പുകൾ വേണം, പാൻടോപ്പുകൾ വേണം.
നാവിഗേഷൻ മാപ്പുകൾ വേണം. എന്നിട്ട് സെർച്ച് ചെയ്യണം, എന്താണ് സിറിയാൻ്റെ അവസ്ഥ, എന്താണ് പലസ്തീൻ്റെ അവസ്ഥ, എന്താണ് ജോർദാൻ്റെ അവസ്ഥ, വെള്ളപ്പൊക്കം ഉണ്ടോ, കാലാവസ്ഥ ഏതാ, ഇതല്ലേ അവർ നോക്കേണ്ടിയിരുന്നത്. പക്ഷേ അതല്ല ഹദീസിലുള്ളത്. 1000, 2000, 3000 കൊല്ലത്തേക്ക് മനുഷ്യനാഗരികത റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കും എന്നാണ് അവിടെ വരുന്നത്. എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രായോഗികത? അതിൻ്റെ പ്രായോഗികത ഇങ്ങനെ വരും: ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ മതി, ടെക്നോളജികൾ കരിഞ്ഞാൽ മതി. അത് കരിയട്ടെ, ലോകമഹായുദ്ധം ഉണ്ടാകട്ടെ എന്നുള്ളതല്ല. നമ്മൾ കരുതിയാലും കരുതിയില്ലെങ്കിലും ലോകത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് the history of the history is to repeat and to go reverse. ബേക്കോട്ടേക്ക് പോവുക എന്നുള്ളതും ആവർത്തിക്കുക എന്നുള്ളതുമാണ് ചരിത്രത്തിൻ്റെ ചരിത്രം. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ടൈം ഈസ് നോട്ട് ലീനിയൽ ബട്ട് കർവ്ഡ്. അങ്ങനെ നിരീക്ഷണമുണ്ടല്ലോ. കാലം സമാന്തര രേഖയല്ല, കാലം ചാക്രിക വട്ടമാണ്. തുടങ്ങിയിടത്തേക്കെത്തും. പോളിയാൻഡ്രമിക് സിസ്റ്റമാണ്. കുല്ലുൻ ഫീ ഫലക്കിൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചം ഉരുണ്ടതാണെന്നതിന് പുറമെ കാലത്തിൻ്റെ മഖ്ലൂക്കായ സൃഷ്ടിയായ കാലത്തിൻ്റെ ഘടന കുല്ലുൻ ഫീ ഫലക്കിൻ എന്ന് എഴുതിയിട്ട് തിരിച്ച് വായിച്ചാലും മറിച്ച് വായിച്ചാലും കുല്ലുൻ ഫീ ഫലക്കിൻ എന്ന് തന്നെ ആകുമെന്നുള്ളതിൻ്റെ വിശദീകരണത്തിൽ കാലം വട്ടത്തിലാണ്, വൃത്താകൃതിയിലാണ്. അപ്പം സ്വാഭാവികമായി തുടങ്ങിയിടത്തേക്കെത്തും, ആ നാഗരികതയിലേക്ക് മടങ്ങും. അങ്ങനെ ഒരു കാലം വന്നാൽ, ഒരു കാലഘടന ഉണ്ടായാൽ ഈ ആധുനികവാദികൾ എങ്ങോട്ടേക്ക് പോകും? ഈ പരിഷ്കരണവാദികൾ എങ്ങോട്ടേക്ക് പോകും? പെട്രോൾ ഉണ്ടാകുമോ? പെട്രോൾ കത്തിച്ചു കളയില്ലേ? ഇന്നത്തെ ലോകഘടന വെച്ച്, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ലോകഘടന വെച്ച്, എസ്കറ്റോളജിക്കൽ പൊളിറ്റിക്സ് വെച്ച് ഇന്നത്തെ ഈ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ നിരീക്ഷിച്ചാൽ എത്ര കൃത്യമാണ് പ്രവാചകൻ്റെ ഹദീസുകൾ എന്ന് ബോധ്യപ്പെടും. എണ്ണപ്പാടങ്ങൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1973 അതിൻ്റെ ഒരു ചിത്രം ലോകം കണ്ടില്ലേ? യോം കിപ്പൂർ വാർ. ദീർഘിപ്പിക്കുകയല്ല, ഇസ്രായേലിനെ ലബനാനും ഈജിപ്തും കൂടി ഞൊടിയിട റമദാൻ 10 ആക്രമിച്ചു. യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ യഹൂദ സമൂഹത്തിൻ്റെ ലൈലത്തുൽ ഖദറാണ്. അമേരിക്കയും ഫ്രാൻസും പോർച്ചുഗലും നെതർലൻഡും ഇസ്രായേലിൻ്റെ കൂടെ കൂടി. ഇസ്രായേലിന് മേൽക്കോയ്മയുണ്ടായി. ഉടൻ അന്ന് സൗദി ഭരിക്കുന്ന കിങ് ഫൈസൽ അമേരിക്കയിലേക്ക് എണ്ണ മന്ത്രിയെ വിട്ടു. എന്നിട്ട് അമേരിക്കയിലെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ഉണ്ട്, അയാൾ കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത്. ഹെൻറി കിസിഞ്ചർ 100-ാം വയസ്സിലാണ് മരിച്ചത്. ഈ കഴിഞ്ഞ ആഴ്ചയല്ല, 2-3 ദിവസം മുമ്പാണ് അയാൾ മരണപ്പെട്ടത്. കിസിഞ്ചറിനോട് സൗദി പെട്രോളിയം മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തരൂല. കിസിഞ്ചർ അത് മുഖവിലക്കെടുത്തില്ല. ഫൈസൽ രാജാവ് എണ്ണ ഉപരോധം ഏർപ്പെടുത്തി. എണ്ണ ഉപരോധത്തിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. 1973 ഒക്ടോബർ 6 ടു ഒക്ടോബർ 23 വരെ നീണ്ട യുദ്ധമാണ്. ഒക്ടോബർ 20-നാണ് എണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നത്. 2 ആഴ്ചക്കകം ചരിത്രം ഇതാണ്. ന്യൂയോർക്ക് പട്ടണം അന്നും ഇന്നത്തെ ന്യൂയോർക്ക് പട്ടണം തന്നെയായിരിക്കും. ന്യൂയോർക്ക് പട്ടണത്തിൽ ഫ്ലക്സുകൾ വന്നു, പരസ്യം വന്നു, ആദായ വിലയ്ക്ക് വിറകുകൾ വിൽക്കപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ. അറബ് ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 4/1 സൗദിയുടെ കയ്യിൽ. ലോകത്ത് വിയന്നയിൽ ഒപ്പക് ഉണ്ടാവുന്നതിന് മുമ്പ് ബഗ്ദാദിൽ OAPEC ഉണ്ട്, അറബ് രാജ്യങ്ങളുടേത്. ആ OAPEC മൊത്തത്തിൽ എണ്ണ കൊടുക്കൂല എന്നായപ്പോൾ ഈ അവസാനം കിസിഞ്ചർ വന്ന് ഫൈസൽ രാജാവിൻ്റെ കാല് പിടിച്ചു. അത് വേറെ ചരിത്രമാണ്. അതാണ് നമ്മുടെ വിഷയം. ഫൈസൽ രാജാവ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ന് ചിന്തിക്കാൻ കഴിയില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റിയാദിൽ വന്നിട്ട് ഇന്നത്തെ സൗദി ഭരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത് അവിശ്വസനീയമായിരിക്കും. ഇന്ന് സൗദി ഭരണാധികാരി വാഷിങ്ടണിൽ പോയി കാത്തിരിക്കും. പക്ഷേ അന്ന് തിരിച്ചാണ് ഉണ്ടായത്. കിസിഞ്ചർ ഫൈസൽ രാജാവുമായി സംസാരിച്ച് ഫൈസൽ രാജാവ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ കിസിഞ്ചർ പറഞ്ഞു, നിങ്ങളുടെ എണ്ണ കൈക്കലാക്കാൻ വേണ്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങോട്ട് പട നയിക്കേണ്ടി വരും. തമാശ രൂപേണ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കുട്ടിയൊക്കെ ഇസ്രായേലിലുള്ള ഭടന്മാർക്ക് സൗദിയിലേക്ക് വരേണ്ടി വരും എണ്ണ കൈക്കലാക്കാൻ. അപ്പോൾ കിങ് ഫൈസൽ കൊടുത്ത മറുപടി ഇസ്ലാമിക് എസ്കറ്റോളജിയുടെ ആമുഖമാണ്. അതാണ് ഞാൻ ഓർത്തത്. കിങ് ഫൈസൽ പറഞ്ഞ കാര്യം, നിങ്ങൾ വന്നാൽ, ഞങ്ങളെ എണ്ണ പിടിക്കാൻ വന്നാൽ, അതിന് മുമ്പേ നിങ്ങൾക്കൊരു തുള്ളി കിട്ടും മുമ്പേ ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് തീ കൊടുക്കും.
ഇറാഖ് ആക്രമിക്കാൻ ജോർജ് ബുഷും കൂട്ടാളികളും വന്നപ്പോൾ സദ്ദാമിന് കൂടുതൽ കാലം പുറത്തിറങ്ങാൻ പറ്റാതായത് കൊണ്ടാണ് പട്ടാളക്കാരോട് പറഞ്ഞ അവസാനത്തെ വഴി, നമ്മൾ പരാജയപ്പെടും എന്ന് ഉറപ്പായാൽ ഇറാഖിലുള്ള എല്ലാ എണ്ണപ്പാടങ്ങൾക്കും തീ കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ 73-ൽ സൗദിയിൽ നിന്ന് അനുഭവം ഉള്ളതുകൊണ്ട് അമേരിക്കക്കാർ സദ്ദാമിനെ പഠിക്കുന്നതിനേക്കാളും ശ്രമം നടത്തിയത് ഇറാഖിലുള്ള എണ്ണപ്പാടങ്ങൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു. നടന്നില്ല. കിങ് ഫൈസൽ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് തീ കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, യു ആർ ദി പീപ്പിൾ ഹു കാൻ ലീവ് വിത്തൗട്ട് ഓയിൽ. അവർ ആൻസസ്റ്റേഴ്സ് ലീവ്ഡ് ഇൻ ഡിസേർട്ട് ഓൺ ഡേറ്റ്സ് ആൻഡ് വി കാൻ ഈസിലി ഷിഫ്റ്റ് ലൈക്ക് ദാറ്റ്. കിങ് ഫൈസലിൻ്റെ ആ വാക്കുകൾ മുസ്ലിം ലോകത്തിന് ദിശാബോധം നൽകേണ്ട ആ വാക്കുകൾ. ഞങ്ങൾ ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് തീ കൊടുക്കും. നിങ്ങളൊരു കാര്യം ഓർക്കണം, യു ആർ ദി പീപ്പിൾ ഹു ക്യാൻ ലീവ് വിത്തൗട്ട് ഓയിൽ. എണ്ണയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ജനത നിങ്ങളാണ്. ഞങ്ങളോ അവർ ആൻസിസ്റ്റേഴ്സ് ലീവ്ഡ് ഇൻ ഡിസേർട്ട് ഓൺ ഡേയ്സ്. ഞങ്ങളുടെ പ്രപിതാക്കന്മാർ ഈ അറ്റമനന്തമായ മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ച് തിന്ന് ജീവിച്ചവരാണ്. ആൻഡ് വി ക്യാൻ ഈസിലി ഷിഫ്റ്റ് ലൈക്ക് ദാറ്റ്. ഞങ്ങൾക്കത് പെടുന്നതിനെ അതിലേക്ക് തിരിച്ചു പോകാനും പറ്റും. നിങ്ങളെന്ത് ചെയ്യും? കിസിഞ്ചറിനോടുള്ള ചോദ്യമാണ്. 2 ആഴ്ചക്കകം എന്ത് സംഭവിച്ചു? ന്യൂയോർക്കിൽ ആദായ വിലക്ക് വിറക് കൊടുക്കുന്നു, പരസ്യം വന്നു, പാചകവാതകമില്ല, പെട്രോൾ അടിക്കാൻ കാറ്. ഞാനത് പ്രസംഗമായി പറയുമ്പോൾ കുറേ നേരം പോകും. ചില കാർ കമ്പനികൾ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ നിർത്തിവെച്ചു. യൂറോപ്പിൽ നെതർലൻഡിലും പോർച്ചുഗലിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഓഫ് ദിവസങ്ങളിൽ വിമാനം പറക്കരുത് എന്ന് ഗവൺമെൻറ് വിജ്ഞാപനമിറക്കി. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ കടത്ത് വഞ്ചികളിൽ പോവട്ടെ, യന്ത്ര ബോട്ടുകളിൽ പോവണ്ട എന്ന് അമേരിക്കയിൽ തീരുമാനമുണ്ടായി. 2 ആഴ്ച കൊണ്ട്. എന്താ കാര്യം? എണ്ണയില്ല. ഇവിടെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, പലസ്തീൻ ഗാസ യുദ്ധമല്ല. എണ്ണ എന്ന് പറയുന്ന സാധനമാണ് മോഡേണിറ്റിയാക്കുന്നത്. പെട്രോളാണ് ആധുനികതയാക്കുന്നത്. പെട്രോളാണ് ലിബറലിസത്തിൻ്റെ ഇന്ധനം. പെട്രോളാണ് നിരീശ്വരവാദത്തിൻ്റെ ഇന്ധനം. പെട്രോളാണ് മത പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരായ ആധുനിക ലോകത്തിൻ്റെ യുദ്ധപ്രേരണയായി ഭവിക്കുന്നത് പെട്രോളാണ്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ പെട്രോളിൻ്റെ പാടങ്ങൾക്ക് അറബ് ചക്രവർത്തിമാർ തീ കൊടുത്താൽ ലോകത്ത് ഒരു മതം മാത്രമേ ബാക്കിയുണ്ടാകൂ, ഇസ്ലാം. എന്തുകൊണ്ടാണെന്നറിയോ? ക്രൈസ്തവതയെ ലിബറലിസം നേരത്തെ വിഴുങ്ങി. ക്രൈസ്തവതയെ വിഴുങ്ങിയെന്ന് മാത്രമല്ല, നിങ്ങളൊരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റെ വാക്ക് കൊണ്ടുപോകരുത്. കമ്മ്യൂണിസത്തെ പോലും ലിബറലിസം വിഴുങ്ങി. ബാക്കി എന്തിനു പറയണം? ലോകത്ത് ഏറ്റവും വലിയ ഏകാംഗ ഭരണത്തിൻ്റെ പ്രതീകമാണ് കമ്മ്യൂണിസം. ക്യാപ്റ്റൻ എന്ത് പറയുന്നുവോ മറ്റുള്ളവർ അംഗീകരിച്ചാൽ മതി. ലെനിൻ എന്ത് പറയുന്നുവോ കേട്ടാൽ മതി. സ്റ്റാലിൻ എന്ത് പറഞ്ഞുവോ കേട്ടാൽ മതി. മാവോ സോത്തുങ് എന്ത് പറഞ്ഞുവോ കേട്ടാൽ മതി. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനമേ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലില്ല. പക്ഷേ ഇന്ന് ലോകത്ത്, കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ, ലോകത്തെവിടെയും ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വലിസം ആരാ പ്രചരിപ്പിക്കുന്നത്? സ്വതന്ത്ര ചിന്ത ആരാ പ്രചരിപ്പിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ 360 ഡിഗ്രിയാണ് മാറിയത്, 100 ഡിഗ്രിയല്ല. കമ്മ്യൂണിസത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. കമ്മ്യൂണിസം തെക്കാണെങ്കിൽ വടക്കാണ് ഇൻഡിവിജ്വലിസം. കമ്മ്യൂണിസം കിഴക്കാണെങ്കിൽ പടിഞ്ഞാറാണ് ഫ്രീ തിങ്കിങ്. പക്ഷേ എല്ലാം ഉൾട്ടാ. കാരണം എന്താ? കമ്മ്യൂണിസത്തെ ലിബറലിസം വിഴുങ്ങി, ക്രൈസ്തവതയെ ലിബറലിസം വിഴുങ്ങി. ഹിന്ദു മതം എന്ന് പറയുന്നൊരു കൾച്ചർ അതിനെ വിഴുങ്ങിയെന്ന് പറയേണ്ടതില്ല. പിന്നെ നമ്മൾ മാത്രം എന്താ പ്രതിക്കൂട്ടിലാവുന്നത്? നമ്മൾ മാത്രം പ്രതിക്കൂട്ടിലാവുന്നത് ലിബറലിസം വളർന്നപ്പോൾ ഒരു 10 കൊല്ലം കൊണ്ട് ലോകത്തെ ലിബറലിസം വിഴുങ്ങുമെന്നായപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ മേധാവികൾ കമ്മ്യൂണിസത്തിൻ്റെ വായയിൽ റൂം ബുക്ക് ചെയ്തു. ലിബറലിസം വന്നിട്ടില്ല. ലിബറലിസം ലോകത്തെ വിഴുങ്ങുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടീൻ്റെ സ്കൂള് കണ്ടെത്തുന്നൊരു പരിപാടി ഇപ്പം തുടങ്ങിയിട്ടുണ്ടല്ലോ. ചില വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ വലിയ ശുഷ്കാന്തി. 18ഉം 20ഉം വയസ്സായ പെൺകുട്ടികളെയും 25-26 വയസ്സായ ആൺകുട്ടികളെയും ക്യാൻവാസ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിച്ചാലുണ്ടാവുന്ന മക്കൾക്ക് പഠിക്കാനുള്ള സ്ഥാപനം. കാലം അവിടെ എത്തി എന്ന് പറഞ്ഞ പോലെ ഭാവിയിൽ ലോകത്തെ വിഴുങ്ങാൻ പോകുന്ന ലിബറലിസം,
ഇത് കുറച്ച് നീട്ടിക്കണ്ടു ലോകത്തുള്ള ക്രൈസ്തവ മേധാവികൾ. പിന്നെ അവരതിൽ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തു, ഫ്ലാറ്റ് ബുക്ക് ചെയ്തു, കുഷ്യൻസ് റൂം ബുക്ക് ചെയ്തു. അവരാദ്യമേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കടന്നു കൊടുത്തു, കടന്നു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു കൊടുത്തു, ഇഴഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചത്തു കൊടുത്തു. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ലിബറലിസത്തിന് പരാതിയില്ല, കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് പരാതിയില്ല, വഴങ്ങിക്കൊടുത്തു. മറ്റു പ്രത്യയശാസ്ത്രങ്ങളെ സംബന്ധിച്ചവർക്ക് പരാതിയില്ല. 7-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്രമതം എന്ന് കിതാബിലെ ഖൂറ എന്ന് കേരളത്തിൽ ഒരുപാട് ക്ലീശകളുണ്ടല്ലോ. മുസ്ലിങ്ങൾ നേരിടുന്ന ആരോപണത്തിൻ്റെ ഏതെങ്കിലും ഒരംശം ഇസ്ലാം അവർ കാണുന്നത് പ്രവാചകൻ മുതലാണല്ലോ. 2000 കൊല്ലം മുമ്പ് മുതലേയുള്ള ക്രൈസ്തവതക്കെതിരെ എന്താ രവിചന്ദ്രൻ ഒന്നും അങ്ങനെ പരാമർശം നടത്താത്തത്? എന്താ മറ്റു ഏതെങ്കിലും നിരീശ്വരവാദികളോ വലതുപക്ഷോ ഇടതുപക്ഷോ ആരും പറയാത്തെന്താ? കാരണം ആധുനികതയെ അത് പുൽകി. 3000 കൊല്ലം മുമ്പുള്ള യഹൂദ പരമ്പരാഗത വിശ്വാസം ആരും എന്താ കാലഹരണപ്പെട്ട വിശ്വാസം എന്ന് പറയാത്തത്? ലിബറലിസത്തിൻ്റെ ആധുനികതയുടെ വായയിൽ അത് നേരത്തെ ചെന്ന് നിന്നുകൊടുത്തു. പ്ലീസ് ഞങ്ങളെ ഒന്ന് ചവച്ചുതാ, ഒന്ന് ഇറക്കിത്ത എന്ന് അങ്ങോട്ടേക്ക് അപേക്ഷ കൊടുത്തു. പക്ഷേ മുസ്ലിങ്ങളെ വിഴുങ്ങാൻ വന്നപ്പോൾ മുസ്ലിങ്ങൾ വായയിൽ കയറിയില്ല എന്നുള്ളത് മാത്രമല്ല, ആ അസത്തിനെ ഇല്ലാതാക്കാൻ പോരാട്ടം നയിച്ചു. അത് മാത്രമാണ് ഈ ലോകക്രമത്തിൽ ഇസ്ലാം അപരിഷ്കൃതമാകാനുള്ള ഏക കാരണം. മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരായ സമരം നമ്മൾ നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പം ഞാൻ ആകെ പറഞ്ഞതിൻ്റെ ഒരു സാരം ഇതാണ്: ആധുനികവാദികൾ നമുക്ക് നേരെ ഉന്നയിക്കുന്ന വാദങ്ങളുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഈ കാലത്തോട് ചേരാത്തവരാണെന്നുള്ളതാണ്. ചേരുന്നവരാണ് എന്ന് കാണിക്കാൻ നമ്മളല്ലാതാകേണ്ട കാര്യവുമില്ല. അതേസമയം അവിടെ നമ്മുടെ ഒരു ദാർശനികതയുണ്ട്, അവിടെ നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ മനുഷ്യൻ മാത്രമാണ് എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ ഏകദേശം 1 മണിയായി. ഞാൻ കരുതിയ ആ ഭാഗത്തൂടെ കൂടുതൽ കുറച്ചേ പോയിട്ടുള്ളൂ. ബാക്കി വിഷയങ്ങൾ ഡീവിയേറ്റ് ആയതാണ്. അത് ബഹുമാനപ്പെട്ട മുജീബ് കാടേരി അദ്ദേഹത്തിൻ്റെ ഒക്കെ ആശംസയ്ക്ക് ശേഷം ഒരു സെഷൻ ആവശ്യമാണെങ്കിൽ നേരത്തെ അരിപ്ര ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കിതിൽ ഇടപെടാം, നിങ്ങൾക്ക് കൂടി കൂട്ടിച്ചേർക്കാം. ബഹുമാനപ്പെട്ട ഫാരിസൊക്കെ ഇവിടെയുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു.